ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു വെക്കേഷൻ ഔട്ടിംഗ് വീഡിയോ ആണ്. ഞാനും എൻ്റെ പിള്ളേരും ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡടി, മൂവി, ഗെയിം. അപ്പോൾ തൃശ്ശൂരിൽ ഫസ്റ്റ് ഞങ്ങൾ ഇതേ വന്നിരിക്കുന്നത് ദ റോസ് ടൗണിലാണ്. ഇവിടെ നല്ല കോണ്ടിനെൻ്റൽ ഫുഡ്സ് കിട്ടും. കോപ്പിറൈറ്റ് സീനുള്ളത് കൊണ്ടേ നാച്ചുറൽ സൗണ്ട് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തിരിക്കാം. എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഓർഡർ ചെയ്യാൻ പോകുന്ന ഫുഡ്സിനെ കുറിച്ചും നെക്സ്റ്റ് പരിപാടികളെ കുറിച്ചൊക്കെ ആയിരുന്നു. നമ്മൾ 3 സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തു. ഫസ്റ്റ് വൺ എത്തിയിട്ടുണ്ട്. ചിക്കൻ കൊറിയൻ ഫ്രൈ ആണ്. നൈസ് വൺ ആയിരുന്നു. എല്ലാത്തിൻ്റെ ഒപ്പം അടിപൊളി സാലഡ്സും എത്തിയിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങൾ കുറച്ച് എക്സൈറ്റ്മെൻറ്റോട് കൂടെ കാത്തിരുന്നിരുന്ന ഐറ്റം. ഇതിൻ്റെ ബേസ് പൊട്ടറ്റോ സ്കിന്നാണ്. അത് പൊട്ടറ്റോ ചീസി സ്കിൻ ഡിഷാണിത്. വൺസ് 2006 ഞാൻ ദുബായിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ നിന്നൊരു പൊട്ടറ്റോ ചീസ് ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ പൊട്ടറ്റോയുടെ ഉള്ളിൽ കുറച്ച് ചീസും ചിക്കണും പിന്നെ കോണൊക്കെ മിക്സ് ചെയ്ത് തരുന്നൊരു ഐറ്റം. അത് അന്ന് മാത്രം തന്നെ ഞാൻ കഴിച്ചിട്ടുള്ളൂ, പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ ഏത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ഐറ്റം തപ്പുമെങ്കിലും ഇതുവരെ കണ്ണിൽ പെട്ടിട്ടില്ല. സോ ഇവരുടെ മെനുവിൽ ഇങ്ങനൊരു ഐറ്റം കണ്ടപ്പോൾ, പൊട്ടറ്റോ ചീസി കണ്ടപ്പോൾ ആ ഒരു ടേസ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയില്ല ആ ടേസ്റ്റ് മനസ്സിലുള്ളത് കൊണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയായിരുന്നു. പിന്നെ എവിടെ പോയാലും ബർഗർ വിട്ടുള്ള പരിപാടിയില്ല. നമ്മളെല്ലാവരും ബർഗർ ലവേഴ്സാണ്. അപ്പോൾ ഒരു ബർഗറാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ബർഗറിൻ്റെ സ്പെഷ്യാലിറ്റി നല്ല റിച്ച് ആയിട്ടാണ് വരിക. ബർഗർ റിച്ചാണ്. അത് കൂടാതെ അതിനൊപ്പം ഫ്രഞ്ച് ഫ്രൈസ് ആയാലും കുറച്ച് തടിച്ചുരുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് സോസസും എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് പിന്നെ ബർഗറിൻ്റെ കേസിൽ മെക്ഡൊണാൾഡ്സ് ചിക്കൻ ബർഗറാണ് എൻ്റെ ഫേവറേറ്റ്. അവിടെ ഒരു ഗ്രിൽഡ് ബർഗർ കിട്ടും. അതാണ് നമ്മുടെ ഫേവറേറ്റ്. അതുകൊണ്ട് വേറെ എവിടെ നിന്ന് ബർഗർ കഴിച്ചാലും നമ്മൾ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബീഫ് റിബായിട്ടായിരുന്നു. ബീഫ് റിബ്സാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഒരു ബീഫ് റിബും പിന്നെ ഒക്കെ സ്റ്റിക്ക് പീസസുമാണ് എത്തിയത്. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് പൊട്ടറ്റോ സ്മാഷും ഒരു സാലഡും പിന്നെ ഒരു സ്പെഷ്യൽ സോസും ഉണ്ടായിരുന്നു. ആ സോസ് അതിൽ ഒഴിച്ച് കഴിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു മറ്റൊരു ടേസ്റ്റ് പുറത്തേക്ക് വന്നത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായ ഒരു ഐറ്റം തന്നെയായിരുന്നു അത്. നല്ല തടിയൻ ഫ്രഞ്ച് ഫ്രൈസ്. ഈ സാലഡ് ഇങ്ങനെ ഒരു പിടി വാരിയെടുത്ത് ആദ്യം കുറച്ച് ടൊമാറ്റോ സോസിൽ ഒന്ന് മുക്കി, പിന്നെ അവരുടെ മസാല മയോണൈസിലും കൂടി ഇങ്ങനെ ഡിപ്പ് ചെയ്ത് സാലഡ്സ് ശരിക്കും സോസസ് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ വേറൊരു ലെവൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. പിന്നെ ഇതൊരു ജോർജിയൻ ഡിഷാണ്. ജോർജിയക്കാരുടെ ദേശീയ വിഭവമാണെന്നാണ് പറയുന്നത് കച്ചാപ്പൂരി. ഇതിൻ്റെ സെർവിങ് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കണ്ടാലോ? കച്ചാപ്പൂരിയുടെ ഒപ്പം കഴിക്കാനൊരു ചമ്മന്തി പോലത്തെ സാലഡ് തന്നിരുന്നു. ഇതാണത്. നമുക്ക് നിസ്സാരമായി തോന്നുമെങ്കിലും അത് കൂട്ടി കഴിച്ചപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഫോം ചെയ്തു. ശരിക്കും സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ.
റോസ്റ്റ് ടൗണിൽ നിന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോയത് തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലോട്ടാണ്. ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി നമുക്ക് ഇഷ്ടമുള്ള ജ്യൂസസൊക്കെ എടുത്ത് കുടിച്ച് പിന്നെ കുട്ടികളുടെ ഗെയിമിംഗ് ഏരിയാസിലോട്ട് എൻ്ററായി. നല്ലൊരു കളിക്ക് ശേഷം നമ്മൾ ഹഗ് ആൻഡ് മഗ്ഗിൽ കയറി ഇവരുടെ കോൾഡ് കോഫി കുടിച്ചു. അതിൻ്റെ ഒപ്പം നമ്മൾ തിരാമിസും വാങ്ങിച്ചിരുന്നു. തിരാമിസു ഒട്ടും പോരായിരുന്നു കേട്ടോ. അതിനെ തിരാമിസു എന്നൊന്നും വിളിക്കാൻ പറ്റില്ലേ. തിരാമിസിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയല്ല, കുറച്ചും കൂടി ക്രീമി. ഹഗ് ആൻഡ് മഗ്ഗിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പലാക്സിയിലോട്ട് കയറി. 4:30 നമ്മളുടെ മൂവി, നമ്മൾ പ്ലാൻ ചെയ്ത മൂവി ഹെയിൽ മേരി. അപ്പോൾ ഏകദേശം ആ സമയമാവാറായപ്പോൾ നമ്മൾ പലാക്സിലോട്ട് കയറി വെള്ളവും പോപ്കോണൊക്കെ വാങ്ങിച്ചു. വയറൊക്കെ എല്ലാവരുടെയും ഫുള്ളാണ്, അതുകൊണ്ട് വേറെ ഫുഡ്സൊന്നും ആ സമയത്ത് വാങ്ങിച്ചില്ല. പലാക്സിയിൽ സോൺ 2 എപ്പിക്കിലാണ് ഇത്തവണ നമ്മൾ കയറിയത്. ഹെയിൽ മേരിയാണ് നമ്മുടെ മൂവി. സയൻസ് ഫിക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മൂവി തുടങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ ഏറ്റവും ബാക്കിലാണ് സീറ്റ് എടുത്തിട്ടുള്ളത്. ഈ മൂവി കണ്ട് വീട്ടിലോട്ട് എത്തി പിറ്റേ ദിവസങ്ങളിലായിരുന്നു നമ്മുടെ ആർട്ടമിസ് 2 വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഒരു നല്ല കണക്ഷൻ കിട്ടിയിരുന്നു, ഈ മൂവിയുടെ എഫക്റ്റും ആർട്ടമിസ് 2 വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അങ്ങനെ നന്നായി എൻജോയ് ചെയ്തൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു.